ദാവീദിന്റെ ജീവിതം ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. ശത്രുക്കളാൽ ചുറ്റപ്പെട്ട ഇസ്രായേൽ എന്ന ചെറിയ രാജ്യത്തെ ബെത്ലഹേം എന്ന കൊച്ചു പട്ടണത്തിൽ. എന്നാൽ അവന്റെ ജീവിത അവസാനം ആകുമ്പോഴേക്കും ഈ ദരിദ്രനായ ആട്ടിടയൻ അവന്റെ രാജ്യത്തെ വലിയൊരു സാമ്രാജ്യമാക്കി മാറ്റും. അവനത് എങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കഥയാണ്. സഹോദരങ്ങളിൽ ഏറ്റവും ഇളയവനാണ്. മൂത്ത സഹോദരന്മാരെല്ലാവരും ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്യാൻ ഏല താഴ്വരയിൽ ശൗൽ രാജാവിന്റെ സൈന്യത്തിൽ ചേർന്നപ്പോ ദാവീദ് വീട്ടിലെ ആടുകളെ നോക്കാനേ കഴിഞ്ഞിരുന്നുള്ളൂ. നിങ്ങൾക്ക് ഇന്നും പോയി കാണാൻ പറ്റുന്ന സ്ഥലമാണിത്. ഇസ്രായേൽ ജനത്തിന് വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചത് അക്ഷരാർത്ഥത്തിലുള്ള ഒരു വലിയ പ്രശ്നത്തെയാണ്. ശരാശരി മനുഷ്യരെക്കാൾ ഇരട്ടി വലിപ്പമുള്ള ഒരാളെ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാനായിട്ട് ഗാത്ത് നഗരത്തിൽ നിന്ന് അങ്ങോട്ടേക്ക് അയച്ചു. ഈ ശത്രുക്കളെ ഫെലിസ്തീർ എന്നാണ് വിളിച്ചിരുന്നത്. അവർ ഈ പ്രദേശത്താണ് താമസിച്ചിരുന്നത്. ഫെലിസ്തീയർ ഇസ്രായേലിനെ നശിപ്പിക്കാൻ ഇത്രയധികം ആഗ്രഹിച്ചതിന്റെ കാരണം എന്താണ് എന്നും അവിടെ ഒന്നിൽ കൂടുതൽ ഫെലിസ്തീയ ഭീമന്മാർ ജീവിച്ചിരുന്നുവെന്നും ബൈബിൾ പറയുന്നതിന്റെ കാരണം എന്താണ് എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അതിന്റെ കാരണം തികച്ചും ഞെട്ടിക്കുന്നതാണ്. എന്നാൽ അതിനു മുമ്പ് ഒരു ഫുഡ് കാരണം ദാവീദിന്റെ ജീവിതം തന്നെ നാടകീയമായി മാറാൻ പോവുകയായിരുന്നു. അതെ, ഒരു ഫുഡ് കാരണം. അവന്റെ അപ്പനായ ഇശായി അവന്റെ മൂത്ത മക്കൾക്ക് വേണ്ടി കുറച്ച് ഫുഡ് കൊടുക്കാനായിട്ട് ദാവീദിനെ പറഞ്ഞു വിട്ടു. കാരണം യുദ്ധം ശക്തിയോടെ ചെയ്യണമെങ്കിൽ ഫുഡ് കഴിച്ചല്ലേ പറ്റൂ, അല്ലേ? എന്നാൽ ദാവീദ് അവിടെ എത്തിയപ്പോ അവന് വല്ലാത്ത സങ്കടവും ദേഷ്യവും തോന്നി. ഗോലിയാത്ത് എന്ന മല്ലൻ ഇസ്രായേലിന്റെ ദൈവത്തെ അധിക്ഷേപിക്കുമായിരുന്നു അവിടെ. ഇസ്രായേൽ സൈനികർക്ക് ദേഷ്യമുണ്ടെങ്കിലും അവനോട് യുദ്ധം ചെയ്യാൻ അവർക്ക് പേടിയായിരുന്നു. അങ്ങനെ ആ ആട്ടിടയനായ ദാവീദ് താൻ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ആ ഒരു കാര്യം ചെയ്തു. സർവശക്തനായ ദൈവത്തിന്റെ ശക്തിയാൽ വെറുമൊരു തവണയും കല്ലും ഉപയോഗിച്ച് അവൻ ഗോലിയാത്തിനെ വീഴ്ത്തി. ശരിക്കും പറഞ്ഞാൽ ദാവീദ് പരാജയപ്പെടുത്തുന്ന ആദ്യത്തെ ഭീമൻ മാത്രമായിരുന്നു ഈ ഗോലിയാത്ത്. ദാവീദിനെ ദൈവം സഹായിച്ചെന്ന് ഇസ്രായേൽ സൈന്യം കണ്ടപ്പോ അവർ ഫെലിസ്തീരെ അവരുടെ സ്വന്തം ദേശത്തേക്ക് തന്നെ തിരിച്ചു ഓടിച്ചു. ഇസ്രായേൽ സൈന്യം ജയിച്ചതുകൊണ്ട് ശൗൽ രാജാവിന് നല്ല സന്തോഷം ഉണ്ടായി കാണുമെന്ന് നിങ്ങൾ ചിന്തിക്കുമായിരിക്കും. അതെ, സന്തോഷമൊക്കെ ഉണ്ടായി. എന്ന രാജാവ് ഗിബെയിലെ അവന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് അവനെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തിയ ഒരു സംഭവം ഉണ്ടായി. ഒരു പുതിയ പാട്ട് പാടി നൃത്തം ചെയ്ത് അവിടുത്തെ യുവതികൾ പുറത്തുവന്ന് ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു എന്ന് പാട്ടുപാടി. ഇത് കാരണം രാജാവിന് അവനോട് വല്ലാത്ത അസൂയ തോന്നി. പിറ്റേന്ന് തന്നെ രാജാവ് 2 പ്രാവശ്യം കുന്തം കൊണ്ട് ദാവീദിനെ കൊല്ലാൻ ശ്രമിച്ചു. അതെ, ശൗലിന് അവനോട് വല്ലാതെ ദേഷ്യം തോന്നി. പക്ഷേ അതിന്റെ പുറകിൽ വേറെ ഒരു കാര്യമുണ്ട്. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ശൗൽ പല തവണ ദൈവത്തിനെതിരെ പാപം ചെയ്തു. അതുകൊണ്ട് ദൈവം രാജ്യത്ത് ഇനി അവന് ഉണ്ടാകില്ല, അതെടുത്ത് മറ്റൊരാൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗോലിയാത്തിനെ കൊല്ലുന്നതുവരെ ഈ മറ്റൊരാൾ ആരാണെന്ന് ശൗലിന് അറിയില്ലായിരുന്നു. എന്നാൽ ഇപ്പോ ദൈവം ദാവീദിന്റെ കൂടെ ഉണ്ട് എന്ന് അവന് മനസ്സിലായി. അത് കാരണം അവൻ വല്ലാതെ പേടിച്ചു. അതുകൊണ്ട് ദാവീദിനെ കൊല്ലാൻ അവൻ പദ്ധതി തയ്യാറാക്കി. ദാവീദും അവന്റെ മക്കളായ മീഖളും ഇഷ്ടത്തിലാണെന്ന് അവൻ അറിയായിരുന്നു. അതുകൊണ്ട് അവൻ ദാവീദിനോട് ഞെട്ടിക്കുന്ന ഒരു കാര്യം പറഞ്ഞു. എനിക്ക് 100 ഫെലിസ്ത്യരുടെ അഗ്രചർമ്മം കൊണ്ടുപോവാ, എന്നാ ഞാൻ നിനക്ക് അവളെ കല്യാണം കഴിപ്പിച്ച് തരാം എന്ന്. അതെ, ഇത് ബൈബിളിൽ തന്നെ ഉള്ളതാണ്. അധികം ചിന്തിക്കണ്ട, അതൊരു അരോചകത്വമായി തോന്നും. അങ്ങനെ ദാവീദ് ഫെലിസ്ത്യരുടെ ദേശത്തേക്ക് പോയി. 100 അഗ്രചർമ്മമല്ല അവൻ കൊണ്ടുവന്നത്. അവൻ ശൗൽ രാജാവിന് 200 എണ്ണം കൊണ്ടുവന്ന് കൊടുത്തു. ആഹാ, എന്തൊരു പ്രണയം! പ്രണയം തെളിയിക്കാൻ കണ്ട മാർഗവേ. എന്നാലും ശൗൽ രാജാവിന് അപ്പോഴും അസൂയ ഉണ്ടായിരുന്നു. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ ഈ 100 പേര് എങ്ങനെയും അവനെ കൊല്ലുമെന്നാണ് അവൻ പ്രതീക്ഷിച്ചത്. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത്. അവൻ പിന്നെയും ദാവീദിനെ കുന്തം എറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ചു. എന്നാൽ ശൗലിനെ ശരിക്കും ദേഷ്യം പിടിപ്പിച്ച കാര്യം എന്താണെന്നറിയാവോ? അവന്റെ സ്വന്തം മകനായ യോനാഥാൻ പോലും ദാവീദിന്റെ കൂടെയാണ് ചേർന്ന് നിന്നത്. അതുകൊണ്ട് തനിക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ചുരുക്കം ചിലരിൽ ഒരാളായ ശമൂവേൽ പ്രവാചകന്റെ അടുത്തേക്ക് രാമയിലേക്ക് തന്നെ ദാവീദ് ഓടി രക്ഷപ്പെട്ടു. വർഷങ്ങൾക്ക് മുമ്പ് 8 സഹോദരങ്ങളിൽ ഏറ്റവും ഇളയവനായിരുന്നിട്ടും ദാവീദിനെ രാജാവായി അഭിഷേകം ചെയ്യാനായിട്ട് ശമൂവേൽ രഹസ്യമായിട്ട് അവന്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ശമൂവേലിനും ദാവീദിന്റെ കുടുംബത്തിനും മാത്രം അറിയാവുന്ന ഒരു രഹസ്യമായിരുന്നു ഇത്. എന്നാൽ ഇപ്പോൾ ശൗലിന് സംശയം തോന്നി. അതുകൊണ്ട് അവൻ ദാവീദിനെ പിന്തുടർന്ന് രാമയിലേക്ക് തന്നെ പോയി. എന്നാൽ അവൻ പോകുന്ന വഴിയിൽ വെച്ച് വിചിത്രമായ ഒരു കാര്യം സംഭവിച്ചു. ദൈവം അവനെ ഏതോ ഒരു തരം മയക്കത്തിലാക്കി. അവൻ അവന്റെ ഡ്രസ്സെല്ലാം അഴിച്ചുമാറ്റി എന്നാണ് തോന്നുന്നത്. ഇത് കണ്ടവർ അവൻ എന്തോ ഒരു ഭ്രാന്തൻ പ്രവാചകനാണ് എന്ന് ചിന്തിച്ചു. ഈ ഒരു സമയത്ത് തന്നെ ദാവീദ് അവിടെ നിന്നും രക്ഷപ്പെട്ടു. ശൗൽ രാജാവ് ഒരിക്കലും അന്വേഷിക്കാൻ സാധ്യതയില്ലാത്ത സ്ഥലമായ ഫിലിസ്ത്യരുടെ പ്രദേശത്തേക്ക് ഓടിപ്പോയി. ആരും അവനെ തിരിച്ചറിയില്ല എന്ന പ്രതീക്ഷയിൽ ഗോലിയാത്തിന്റെ ജന്മനാടായ ഗാത്തിലേക്ക് തന്നെ അവൻ പോയി. പക്ഷേ അവൻ വിചാരിച്ചതുപോലെ അല്ലായിരുന്നു കാര്യങ്ങൾ. അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ദാവീദിനെ ഗാത്തിലെ രാജാവിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അവൻ വലിയൊരു യോദ്ധാവാണെന്നും ഇവനാണ് ഗോലിയാത്തിനെ കൊന്നതും എന്നൊക്കെ പറഞ്ഞു. എന്നാൽ ദാവീദ് ബുദ്ധിമാനായിരുന്നു. ഗാത്തിലെ ആളുകൾ പറയുന്ന ആളല്ല താനെന്ന് രാജാവിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അവൻ ചില കാര്യങ്ങൾ ചെയ്തു. വായിന്ന് നൊരയും പതയും വരുന്നത് പോലെ കാണിച്ച് ഒരു മാനസിക രോഗിയെപ്പോലെ അവൻ അഭിനയിച്ചു. അങ്ങനെ അത് ഫലിച്ചു. അവൻ ഒരു ഭ്രാന്തനാണെന്ന് വിചാരിച്ച് രാജാവ് ദാവീദിനെ പുറത്താക്കി. അങ്ങനെ ദാവീദ് അവന്റെ 2ാമത്തെ പ്ലാൻ ചെയ്തു. മധ്യ ഇസ്രായേലിലെ അദുല്ലാം എന്ന ഗുഹയിലേക്ക് അവൻ ഓടിപ്പോയി. ഇവിടെ വെച്ചാണ് വളരെ രസകരമായ ഒരു കാര്യം സംഭവിക്കുന്നത്.
400 പേർ ദാവീദിന്റെ അടുത്ത് വന്നു. അതിൽ ഭൂരിഭാഗവും ശൗൽ രാജാവിന് നികുതി അടയ്ക്കാൻ വൈകിയവരായിരുന്നു. അവർ ദാവീദിന്റെ കൂടെ മോവാബ്യരുടെ പ്രദേശത്തേക്ക് പോയി. ശൗൽ രാജാവിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് തന്റെ കുടുംബത്തെ അവിടെ താമസിപ്പിക്കാൻ അനുവദിക്കണമെന്ന് ദാവീദ് മോവാബ് രാജാവിനോട് അപേക്ഷിച്ചു. ഇതേ സമയം ശൗൽ ദാവീദിനെ കൊല്ലാനായിട്ട് അന്വേഷിച്ച് നടക്കുമായിരുന്നു. അതുകൊണ്ട് ദാവീദിന് കഴിക്കാൻ അപ്പം കൊടുത്തു എന്ന പേരിൽ അവൻ പുരോഹിതന്മാരെ പോലും കൊന്നെടുക്കാൻ തുടങ്ങി. എന്നാൽ അവരിൽ ഒരാൾ രക്ഷപ്പെട്ട് ദാവീദിന്റെ അടുത്ത് വന്നിട്ട് ഈ വിവരമെല്ലാം പറഞ്ഞു. ഈ നികുതി കൊടുക്കാത്ത ജനം യോദ്ധാക്കളായി മാറിയ നിമിഷമായിരുന്നു അത്. ദാവീദ് അവരെയും കൊണ്ട് കെയില എന്ന നഗരത്തെ സംരക്ഷിക്കാൻ പോയി. എന്നാൽ ശൗൽ ഇതറിഞ്ഞിട്ട് ദാവീദിനെ കൊല്ലാൻ വേണ്ടി അവന്റെ വലിയ സൈന്യത്തെയും കൊണ്ട് അവൻ പുറപ്പെട്ടു. ഇപ്പോൾ ദാവീദിന് 2 ഓപ്ഷനേ ഉള്ളൂ. ആദ്യത്തേത് കെയില പട്ടണത്തെ രക്ഷിച്ചതുകൊണ്ട് നന്ദി സൂചകമായി അവിടുത്തെ ആളുകൾ തന്നെ രക്ഷിക്കാൻ സഹായിക്കുമെന്ന പ്രതീക്ഷയിൽ കെയില നഗരത്തിൽ തന്നെ താമസിക്കണം. രണ്ടാമത്തെ ഓപ്ഷൻ മരുഭൂമിയിലേക്ക് ഓടിപ്പോണം. ആരാണെങ്കിലും ഈ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഒന്ന് പതറും, അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കും. എന്നാൽ ദാവീദ് അങ്ങനെയൊന്നും ചെയ്തില്ല. പകരം അക്കാലത്തെ ഇസ്രായേലിയർ ഒരു പാപമായി കരുതിയിരുന്ന ഒരു കാര്യമാണ് അവൻ ചെയ്തത്. ശൗൽ രാജാവിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന പുരോഹിതനോട് ഏഫോദ് എന്ന് പറയുന്ന പൗരോഹിത്യ വസ്ത്രം അവന് കൊടുക്കാൻ പറഞ്ഞു. പുരോഹിതന്മാർ മാത്രം ഉപയോഗിക്കേണ്ട ഈ വസ്ത്രമിട്ട് താനും തന്റെ ആളുകളും എന്ത് ചെയ്യണമെന്ന് ദാവീദ് ദൈവത്തോട് ചോദിച്ചു. എത്രയും വേഗം ഈ സ്ഥലം വിട്ട് പോകാൻ ദൈവം ദാവീദിനോട് പറഞ്ഞു. അങ്ങനെ ദാവീദും അവന്റെ ആളുകളും എൻഗദി എന്ന സ്ഥലത്തുള്ള ഗുഹകളിൽ പോയി ഒളിച്ചു. ശൗൽ രാജാവ് ഇത് അറിഞ്ഞിട്ട് അവനെ കൊല്ലാൻ വേണ്ടി 3000 സൈനികരെയും കൂട്ടി അങ്ങോട്ടേക്ക് പോയി. ശൗലും അവന്റെ ആളുകളും ദാവീദിനെ അന്വേഷിച്ച് എൻഗദിയിലെത്തിയപ്പോ ശൗലിന് നമ്പർ 2, അതായത് മലവിസർജനം ചെയ്യാൻ തോന്നി. അവിടെ ബാത്റൂം ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവൻ അവിടെ ഉണ്ടായിരുന്ന ഗുഹകളിൽ ഒന്നിൽ കയറി. ശൗൽ ഇങ്ങനെ പ്രാഥമിക ആവശ്യങ്ങളെല്ലാം നിർവഹിക്കുന്ന സമയത്ത് എങ്ങനെയാ എന്താ എന്നൊന്നും ചോദിക്കരുത്, ദാവീദിന് രാജാവിന്റെ മേലങ്കിയുടെ ഒരു കഷ്ണം മുറിച്ചെടുക്കാൻ പറ്റി. ദാവീദിന് ശൗലിനെ കൊല്ലാൻ പറ്റുമായിരുന്നു, പക്ഷെ അവൻ അത് ചെയ്തില്ല. അവൻ പറഞ്ഞു, യഹോവയുടെ അഭിഷിക്തന്റെ മേൽ ഞാൻ എന്റെ കൈവയ്ക്കില്ല എന്ന്. ദാവീദിന്റെ ഈ വിനയം കണ്ട് മനമുരുകിയ ശൗൽ തന്റെ സൈന്യത്തെയും കൂട്ടി നാട്ടിലേക്ക് തിരിച്ചുപോയി. അതിനുശേഷം ദാവീദ് ഒരു യുദ്ധത്തെ ഒഴിവാക്കിയ അബിഗയിൽ എന്ന സ്ത്രീയെ വിവാഹം കഴിച്ചു. അതിനുശേഷം അവൻ അവിടെ നിന്ന് സീഫ് എന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ വെച്ച് ശൗലിനെ ദാവീദിന്റെ കയ്യിൽ കിട്ടിയെങ്കിലും അവൻ ഒന്നും ചെയ്തില്ല. എന്തു ചെയ്താലും ശൗൽ തന്നെ വിടാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയ ദാവീദ് അവസാനം ഇസ്രായേലിയരുടെ ശത്രുക്കളായ ഫെലിസ്ത്യരുടെ കൂടെ അഭയം പ്രാപിക്കാൻ പോയി. ഈ പ്രാവശ്യം 600 പേരും അവന്റെ കൂടെ ഉണ്ടായിരുന്നു. ഗാത്തിലെ രാജാവ് ദാവീദിനെ സ്വീകരിച്ചു. എന്നിട്ട് സിഗ്ലാഗ് എന്ന നഗരം അവന് കൊടുത്തു. ഫെലിസ്തീയർ എന്തിനാണ് ഇസ്രായേലിയരെ ഇത്രത്തോളം വെറുക്കുന്നതെന്ന് കുറച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ഫെലിസ്തീയരുടെ കൂടെയുള്ള ബന്ധം നന്നായിട്ട് ഉറപ്പിക്കാൻ വേണ്ടി ദാവീദും അവന്റെ സംഘവും അവരുടെ കൂടെ യുദ്ധത്തിന് പോയി അവരെ സഹായിച്ചു. അതിലെല്ലാം അവർ ജയിക്കുകയും ചെയ്തു. ഈ ഒരു സമയത്ത് തന്നെ ഫെലിസ്തീയർക്ക് ഇസ്രായേൽ ജനത്തോട് പിന്നെയും യുദ്ധം ചെയ്യേണ്ട അവസ്ഥ വന്നു. യുദ്ധസമയത്ത് നമുക്കെതിരെ തന്നെ ദാവീദ് തിരിയുമോ എന്ന് എല്ലാവരും പേടിച്ചു. ആ സമയത്ത് ദാവീദിന്റെ മനസ്സിൽ എന്താണ് എന്നറിയില്ല. എന്നാലും അവരുടെ കൂടെയുള്ള സൗഹൃദം ഉറപ്പിക്കാൻ വേണ്ടി ഈ യുദ്ധത്തിലും പങ്കെടുക്കാൻ വേണ്ടി ദാവീദ് പോയി. പക്ഷെ ഫെലിസ്തീയർ ദാവീദ് വരാൻ പാടില്ല എന്ന് തീർത്തു പറഞ്ഞു. അവരുടെ കൂടെ സൗഹൃദം നടിച്ച് അവർക്കെതിരെ തിരിയുന്ന പല ഇസ്രായേലിയരെയും അവർ കണ്ടിട്ടുണ്ട്. ഒരു 50 വർഷങ്ങൾക്ക് മുമ്പ് ഷിംഷോൻ എന്ന ഇസ്രായേൽ പോരാളി അവർക്ക് വരുത്തിവെച്ച നാശനഷ്ടങ്ങൾ ചെറുതൊന്നും അല്ലായിരുന്നു. അവരുടെ ഏറ്റവും വലിയ വിശുദ്ധ ആലയം പോലും ദൈവത്തിന്റെ ശക്തിയാൽ ഷിംഷോൻ പൊളിച്ചു കളഞ്ഞു. അതുകൊണ്ടാണ് ഫെലിസ്തീർക്ക് ഇസ്രായേലിയരോട് ഇത്ര തീരാപ്പക ഉണ്ടായത്. അങ്ങനെ ദാവീദും ആളുകളും തിരിച്ച് സിഗ്ലാഗിലെത്തിയപ്പോ അമലേക്കിയർ അവരുടെ ഭാര്യമാരെയും കുട്ടികളെയും തട്ടിക്കൊണ്ടുപോയി എന്ന് കണ്ടു. ദൈവത്തിന്റെ മാർഗനിർദ്ദേശപ്രകാരം ദാവീദ് അവരോട് കൂടെ യുദ്ധം ചെയ്ത് കുടുംബങ്ങളെ തിരിച്ചു കൊണ്ടുവന്നു. മാത്രമല്ല, അവർ ഒരുപാട് അമലേക്യ നഗരങ്ങളെ കൊള്ളയടിച്ചു. ഒരുപാട് നിധികൾ അവൻ ഇസ്രായേലിലെ പല നഗരങ്ങൾക്ക് കൊടുത്തുവിട്ടു. ദാവീദ് ഈ വിജയമൊക്കെ നേടുന്ന ഈ സമയത്ത് ശൗൽ ദയനീയമായി പരാജയപ്പെടുമായിരുന്നു. ഫെലിസ്ത്യർ അവരെ ഗിൽബോവ പർവ്വതത്തിലേക്ക് ഓടിച്ചു. അവിടെ വെച്ച് ശൗൽ രാജാവും അവന്റെ ആൺമക്കളും മരിച്ചു. അങ്ങനെ ശൗൽ രാജാവ് മരിച്ചതുകൊണ്ട് ദാവീദിന് ഇനി സ്വസ്ഥമായിട്ട് അവന്റെ സ്വന്തം സ്ഥലത്തേക്ക് പോകാം. എന്നാൽ ഇവിടെ അടുത്ത പ്രശ്നം ഉരുവായി വന്നു. ഇസ്രായേലിന് ഇപ്പോൾ മുമ്പിലത്തേക്കാൾ കൂടുതൽ ശത്രുക്കളുണ്ട്. എന്നാൽ ഇസ്രായേൽ രാജ്യം ദാവീദിന്റെ കീഴിൽ ഒന്നിക്കുന്നതിന് പകരം ശൗലിന്റെ സൈന്യാധിപനായ അബ്നേർ ശൗലിന്റെ പുത്രന്മാരിൽ ഒരാളായ ഈശ്ബോശേത്തിനെ പുതിയ രാജാവാക്കി. അതുകൊണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അബ്രഹാമിനെയും ഇസഹാക്കിനെയും യാക്കോബിനെയും അടക്കം ചെയ്ത നഗരമായ ഹെബ്രോനിലേക്ക് പോകാനായിട്ട് ദൈവം ദാവീദിനോട് പറഞ്ഞു. ഇവിടെ വെച്ച് യഹൂദ ഗോത്രം ദാവീദിനെ അവരുടെ പ്രദേശത്തെ രാജാവാക്കി. നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ വിഭജിക്കപ്പെട്ട ഈ രാജ്യങ്ങൾക്കിടയിൽ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. 2 വർഷത്തെ യുദ്ധത്തിനു ശേഷം ഇശ്ബോശേത്ത് പരാജയപ്പെട്ടു. അങ്ങനെ വെറും 30 വയസ്സ് മാത്രം പ്രായമുള്ള ദാവീദ് രാജാവിന്റെ കീഴിൽ 2 ഭാഗവും ഒത്തുചേർന്നു. അധികം ശ്രദ്ധിക്കപ്പെടാത്ത ഒരു സാധാരണ ആട്ടിടയനിൽ നിന്ന് ദാവീദ് ഒരു വലിയ ജനത്തിന്റെ രാജാവായി മാറിയിരുന്നു. എന്നാൽ ഇപ്പോൾ അവന് ചില വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അതിൽ ആദ്യത്തേതെന്ന് പറഞ്ഞാൽ യെബൂസിയരിൽ നിന്ന് ഏബൂസ് നഗരം പിടിച്ചെടുക്കണം എന്നതായിരുന്നു. ഈ നഗരമാണ് പിന്നീട് യെരുശലേം എന്ന് മാറിയത്. ഇവിടെ ദാവീദ് ഒരു കൊട്ടാരം പണിതു. യെരുശലേമിനെ ഇസ്രായേലിന്റെ തലസ്ഥാനമാക്കി മാറ്റുകയും ചെയ്തു.
അതേസമയം അവരുടെ പഴയ സുഹൃത്തായിരുന്ന ദാവീദ് ഇപ്പോൾ ഇസ്രായേൽ രാജ്യത്തിന്റെ മുഴുവൻ രാജാവായി എന്ന് ഫെലിസ്തീർ കേട്ടു. സമാധാനമായിട്ട് പോകാനുള്ളതിന് പകരം അവർ അവരുടെ സൈന്യത്തെയും കൊണ്ട് യെരുശലേമിന് തൊട്ട് പടിഞ്ഞാറ് ഭാഗത്ത് ദാവീദിനെ വളഞ്ഞു. എന്നാൽ ദൈവത്തിന്റെ മാർഗനിർദ്ദേശപ്രകാരം ദാവീദ് അവന്റെ ആളുകളെയും കൊണ്ട് ഫെലിസ്തീരെ ഗേസേർ നഗരം വരെ തുരത്തി ഓടിച്ചു. ദാവീദ് രാജാവ് ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അവൻ ഇനിയും ഒരുപാട് ഭീമന്മാരെ നേരിടേണ്ടതുണ്ട്. എന്നാൽ അതിനു മുമ്പ് പലരും ബൈബിൾ വായിക്കുന്ന സമയത്ത് അധികം ശ്രദ്ധിക്കാതെ പോകുന്ന വളരെ അവിശ്വസനീയമായ ഒരു കാര്യം ദാവീദ് ചെയ്തു. ശൗൽ രാജാവ് അവനെ കൊല്ലാൻ വേണ്ടി ഓടിച്ച സമയത്ത് ദൈവഹിതം അറിയാനായിട്ട് ദാവീദ് ഏഫോദ് എന്ന പുരോഹിത വസ്ത്രം ധരിച്ചത് ഓർക്കുന്നുണ്ടോ? അതുപോലെ തന്നെ ഈ പ്രാവശ്യം ഇസ്രായേലിന്റെ ഏറ്റവും പവിത്ര സമ്പത്തായ നിയമപ്പെട്ടകം യെരുശലേമിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് യാഗങ്ങൾ അർപ്പിക്കാൻ വേണ്ടി ദാവീദ് അത് ധരിച്ചു. ദാവീദ് ഇസ്രായേലിന്റെ രാജാവ് എന്ന പദവി മാത്രമല്ല, ഇസ്രായേലിന്റെ പുരോഹിതൻ എന്ന പദവിയും ഏറ്റെടുക്കുമായിരുന്നു. ചരിത്രത്തിൽ ഒരൊറ്റ വ്യക്തി മാത്രമേ ഇസ്രായേലിൽ ഒരേ സമയം രാജാവും പുരോഹിതനുമാകാൻ ദൈവം അനുവദിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ ഭാവിയിൽ ഒരൊറ്റ വ്യക്തിക്ക് മാത്രമേ അത് ചെയ്യാനും കഴിയൂ. ആദ്യത്തെ പുരോഹിത രാജാവിന്റെ പേര് മെൽക്കിസദേക്ക് എന്നാണ്. അദ്ദേഹം അബ്രഹാമിന്റെ കാലത്താണ് ജീവിച്ചിരുന്നത്. അവസാനത്തെ പുരോഹിത രാജാവിനെ കുറിച്ച് നമ്മൾ കുറച്ചു കഴിഞ്ഞ് സംസാരിക്കും. എന്നാൽ അതിനു മുമ്പ് ദാവീദിന് ഇനിയും ചില ഭീമന്മാരെ കൊല്ലാനുണ്ടായിരുന്നു. ശരി, ഫെലിസ്തീയ ദേശത്ത് ഇത്രത്തോളം ഭീമന്മാർ ഉണ്ടായതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, സത്യത്തിൽ ഈ ഭീമന്മാർ ശരിക്കും ഫെലിസ്തീർ അല്ലായിരുന്നു. അവർ ഭയാനകമായ മറ്റു ചിലതിന്റെ പിൻഗാമികളായിരുന്നു. മനുഷ്യ സ്ത്രീകളിൽ കുട്ടികളുണ്ടാക്കി വീണുപോയ ദൂതന്മാർ ദൈവത്തോട് മത്സരിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകം നമ്മോട് പറയുന്നുണ്ട്. ഈ കുട്ടികൾ വളർന്ന് നെഫലീംസ് എന്നറിയപ്പെടുന്ന ഭീമന്മാരായി മാറി. അവർ തിന്മ ചെയ്യുന്ന ക്രൂരന്മാരായ യോദ്ധാക്കളായിരുന്നു. ജലപ്രളയത്തിലൂടെ ദൈവം സകലത്തെയും തുടച്ചു നീക്കി. എങ്കിലും ഈ ജലപ്രളയത്തിന് ശേഷവും മറ്റു പല തിന്മകളും തുടർന്നു വന്നതുപോലെ തന്നെ നെഫലീംകളുടെ സൃഷ്ടിയും തുടർന്നു വന്നു. ദാവീദിന്റെ കാലത്ത് അവർ ഈ മല്ലന്മാരെ റഫയീംസ് അല്ലെങ്കിൽ അനാഖ്യ മല്ലന്മാർ എന്നാണ് വിളിച്ചിരുന്നത്. ഗോലിയാത്ത് അതിലൊരാളായിരുന്നു. ദാവീദിനും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഈ ദുഷ്ടയോദ്ധാക്കളെ നശിപ്പിക്കാൻ വേണ്ടി ദൈവം യോശുവയെ ഉപയോഗിച്ചിരുന്നു. പക്ഷെ എല്ലാവരെയും നശിപ്പിക്കാൻ പറ്റിയില്ല. അതിൽ പലരും ഫെലിസ്തീയ ദേശത്ത് അവശേഷിച്ചെന്ന് യോശുവയുടെ പുസ്തകം പറയുന്നുണ്ട്. ദാവീദ് അതിൽ ഒരാളെയാണ് നേരത്തെ കൊന്നുകളഞ്ഞത്. എന്നാൽ ഇപ്പോ അവരെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ സമയമായി. അതിനുവേണ്ടി അവൻ തന്റെ ശക്തരായ മനുഷ്യരെ ഫെലിസ്തീയരുടെ ദേശത്തേക്ക് കൊണ്ടുപോയി. ഭീമന്മാരോടും ഫെലിസ്തീയരോടും യുദ്ധം ചെയ്തു വിജയിച്ചു. ആ ദേശത്തെയും ഇസ്രായേലിന്റെ കൂടെ ചേർത്തു. എന്നാൽ ഇസ്രായേലിന്റെ ദുഷ്ടശത്രുക്കൾ അവർ മാത്രമല്ലായിരുന്നു. വേറെ 5 ശത്രുക്കൾ കൂടി ഉണ്ടായിരുന്നു. ശത്രുവാണ് എന്ന് ദാവീദ് ഒരിക്കലും വിചാരിക്കാത്ത ആളായിരുന്നു അഞ്ചാമത്തേത്. ദാവീദ് നേരിട്ട ശത്രുക്കൾ ഇവരൊക്കെയായിരുന്നു. അതിൽ ആദ്യത്തേത് മോവാബിയർ. അബ്രഹാമിന്റെ മരുമകനായ ലോത്തും സ്വന്തം മക്കളും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തിന്റെ പിൻഗാമികളായിരുന്നു ഇവർ. സ്വന്തം കുട്ടികളെ വിഗ്രഹങ്ങൾക്ക് ബലിയർപ്പിക്കുമായിരുന്നു. ഇസ്രായേലിനെ ഉപദ്രവിച്ച ചരിത്രമുള്ള അവർ ദാവീദിന് മുന്നിൽ തോറ്റുപോയി. അങ്ങനെ ഇസ്രായേൽ രാജ്യം വളർന്നു. ഭീമന്മാരെ പോലും തോൽപ്പിച്ച ദാവീദിന് ഇതൊരു നിസ്സാര കാര്യമായിരുന്നു. അടുത്തത് സോബായും സിറിയയും. സോബ അവരുടെ അയൽക്കാരായ സിറിയയുമായിട്ട് ചേർന്ന് ദാവീദിനെ എതിർത്തു. ദൈവത്തിന്റെ സഹായത്തോടെ ദാവീദ് അവരെയും പരാജയപ്പെടുത്തി. എന്നാൽ സിറിയയെ ആക്രമിക്കുന്നതിന് മുമ്പ് ഒരു രാജാവ് മരിച്ചു പോയതുകൊണ്ട് അവർ തൽക്കാലം രക്ഷപ്പെട്ടു. ദാവീദിനോട് ദയ കാണിച്ച അമ്മോനിയ രാജാവ് മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ മകനാണ് ഇപ്പോൾ അവിടം ഭരിക്കുന്നത്. ദാവീദ് പുതിയ രാജാവിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ചില ദാസന്മാരെ അങ്ങോട്ടേക്ക് അയച്ചു. എന്നാൽ ആ പുതിയ രാജാവ് ദാവീദിന്റെ ദാസന്മാരുടെ താടിയുടെ പകുതി വടിച്ചു കളഞ്ഞു. അവരുടെ തുണിയുടെ താഴ്ഭാഗവും മുറിച്ചുവിട്ടു. അവരെ വല്ലാതെ നാണം കെടുത്തി വിട്ടു. ഇത് കാരണം വലിയൊരു യുദ്ധം ഉണ്ടായി. അതുകൊണ്ട് അമോര്യർക്കെതിരെ യുദ്ധം ചെയ്യാൻ യോവാബിനെ ദാവീദ് അയച്ചു. അമോര്യരെ സഹായിക്കാൻ വേണ്ടി സിറിയയെ വിളിച്ചു. അങ്ങനെ ഇസ്രായേലിന്റെ ശത്രു സൈന്യം വളഞ്ഞു. അതുകൊണ്ട് യോവാബ് 2 ടീമായിട്ട് പിരിഞ്ഞ് അവരോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞു. ഇങ്ങനെ ചെയ്ത സമയത്ത് ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം സംഭവിച്ചു. ഇസ്രായേൽ സൈന്യം സിറിയയെ എതിർത്തു. അവർ പേടിച്ച് അവരുടെ ദേശത്തേക്ക് തിരിച്ചുപോയി. അമോര്യർ സിറിയ യുദ്ധത്തിൽ തിരിച്ചു പോകുന്നത് കണ്ടിട്ട് അവരും പേടിച്ച് മോവാബിലേക്ക് തന്നെ തിരിച്ചുപോയി. പക്ഷെ സിറിയ ചുമ്മാ ഇരുന്നില്ല. ഇസ്രായേലിനെ എതിർത്ത് വേറെ സൈന്യത്തെ അയച്ചു. ഇത് കേട്ട ദാവീദ് അവന്റെ യോദ്ധാക്കളെ കൂട്ടി യോർദാൻ നദി കടന്ന് ഹേലാമിൽ വെച്ച് സിറിയയോട് യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിച്ചു. ഈ യുദ്ധത്തിലും അവൻ വിജയിച്ചു. ഇനി ആകെ ബാക്കിയുള്ള കാര്യമെന്ന് വെച്ചാൽ അമോര്യരെ തോൽപ്പിക്കുക എന്നതാണ്. എന്നാൽ ദാവീദ് യോവാബിനെ അങ്ങോട്ടേക്ക് അയച്ചിട്ട് അവരെ കൈകാര്യം ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് ദാവീദ് യെരുശലേമിലെ അവന്റെ വീട്ടിലേക്ക് തിരിച്ചുപോയി. ഇത്രയും വലിയ വിജയങ്ങളൊക്കെ കിട്ടിയ ശേഷം നമ്മുടെ നായകൻ താൻ ദൈവത്തെ പോലൊരു ഇതിഹാസമല്ലെന്നും നിങ്ങളെയും എന്നെയും പോലുള്ള ഒരു സാധാരണ മനുഷ്യനാണെന്നും തെളിയിക്കുന്നത് ഇപ്പോഴാണ്. അവൻ അവന്റെ വീട്ടിന്റെ മുകളിൽ നിൽക്കുന്ന സമയത്ത് ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ടു. അവളുടെ പേര് ബത്ശേബ എന്നാണ്. ദാവീദ് അവളെ കൊട്ടാരത്തിലേക്ക് വരുത്തി. അവൾ ഗർഭിണിയായി. ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, അവൾ കല്യാണം കഴിച്ചവളായിരുന്നു. അവളുടെ ഭർത്താവ് യോവാബിന്റെ കൂടെ അമോര്യരുമായിട്ട് യുദ്ധം ചെയ്യുവാണ്. ചുരുക്കി പറഞ്ഞ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പാപങ്ങളിലൊന്ന് ദാവീദ് ഇപ്പോൾ ചെയ്തു. അവൻ ചെയ്ത ഈ പാപത്തെക്കുറിച്ച് ആരും അറിയാതിരിക്കാൻ വേണ്ടി ദാവീദ് ബത്ശേബയുടെ ഭർത്താവിനെ യുദ്ധക്കളത്തിൽ വെച്ച് തന്നെ മനഃപൂർവ്വം കൊലപ്പെടുത്തി. 3000 വർഷത്തിനു ശേഷം ലോകത്തിന് ഇങ്ങേയറ്റത്തിരുന്ന്
നമ്മൾ ആ കാര്യം സംസാരിക്കുന്നത് കൊണ്ട് തന്നെ ആ പ്ലാൻ പാളിപ്പോയെന്ന് നമുക്കറിയാം. സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് കാരണം ദാവീദിന്റെ ജീവിതത്തിൽ തുടർച്ചയായിട്ട് ബുദ്ധിമുട്ടുകൾ വരാൻ തുടങ്ങി. അതും സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ. അത് സ്വന്തം രാജ്യത്തെ തന്നെ ഉടച്ചു കളയുന്ന രീതിയിലുള്ള വലിയ പ്രശ്നമായിരുന്നു. മോവാബിയരുമായിട്ടുള്ള യുദ്ധത്തിൽ വിജയിച്ച ശേഷം എല്ലാവരും നാട്ടിലെത്തി. ഇസ്രായേൽ അതുവരെയുള്ളതിൽ വെച്ച് ഇപ്പോൾ ഏറ്റവും വലിയ രാജ്യമായി മാറി. നല്ല സമാധാനത്തോടെ കഴിയുമ്പോഴാണ് ദാവീദിന് ഒരു ഭാര്യയിലുള്ള മകനായ അമ്നോൻ ദാവീദിന്റെ മറ്റൊരു ഭാര്യയുടെ മകനായ താമാറിനെ ബലമായി നശിപ്പിക്കുന്നത്. താമാറിന്റെ ചേട്ടനായ അബ്ശലോമിന് ഇത് കേട്ട് ദേഷ്യം വന്നു. എന്നാൽ ദാവീദ് അതിനെതിരെ ഒന്നും ചെയ്തില്ല. അവൻ ചെയ്ത പാപത്തിന്റെ കുറ്റബോധം കൊണ്ടായിരിക്കും അവൻ തന്റെ മകനെ ശിക്ഷിച്ചില്ല. അതുകൊണ്ട് അബ്ശലോമിന് വല്ലാതെ ദേഷ്യം വന്നു. അമ്നോനെ ഹസോറിൽ പോയി കൊന്ന് പ്രതികാരം തീർത്തു. എന്നിട്ട് അപ്പനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഗെയ്സറിലേക്ക് അവൻ ഓടിപ്പോയി. 3 വർഷത്തിനു ശേഷം അബ്ശലോമിനെ യോവാബ് തിരിച്ചു കൊണ്ടുവന്നെങ്കിലും ദാവീദ് അവനെ പഴയ പോലെ പരിഗണിച്ചില്ല. ഇത് കാരണം അവൻ സ്വന്തം അപ്പന് നേരെ തിരിയാൻ തുടങ്ങി. ഇസ്രായേലിനെ മുഴുവൻ തന്റെ കൈവശമാക്കാൻ അവൻ ഒരു പ്ലാൻ ചെയ്തു. ഞെട്ടിക്കുന്ന വിധത്തിൽ അത് വിജയിച്ചു. അത് കാരണം ദാവീദിന് തന്റെ വിശ്വസ്തരായ ചില ആൾക്കാരുടെ കൂടെ ആ രാജ്യം വിട്ടോടേണ്ടി വന്നു. അവൻ ഒലിവുമലയിൽ കയറി നിന്ന് കരഞ്ഞു. ഭാവിയിൽ നിരസിക്കപ്പെട്ട മറ്റൊരു രാജാവും കരയാൻ പോകുന്ന അതേ സ്ഥലമാണിത്. പക്ഷെ അബ്ശലോം ദാവീദിനെയും അവന്റെ സംഘത്തെയും യോർദാൻ നദിക്കടുത്തുള്ള മഹനീം താഴ്വര വരെ ഓടിച്ച് യുദ്ധം ചെയ്തു. ദാവീദിന്റെ ആളുകളും അവരോട് തിരിച്ചു യുദ്ധം ചെയ്തു. ശേഷം യോവാബ് അബ്ശലോമിനെ കൊന്നുകളഞ്ഞു. വളരെ ദുഃഖത്തോടെ ദാവീദ് തിരിച്ച് യെരുശലേമിലേക്ക് എത്തി. എന്നാൽ അവിടെ മുതൽ അടുത്ത പ്രശ്നം തുടങ്ങി. ഷേബ എന്ന മനുഷ്യൻ ഇസ്രായേൽ ഇപ്പോൾ നല്ല വീക്കാണെന്ന് അറിയാവുന്നതുകൊണ്ട് ഇസ്രായേൽ രാജ്യത്തിന്റെ ഒരു ഭാഗത്തെ മുഴുവൻ അവനെ അനുഗമിക്കാനായിട്ട് അവരെ വശീകരിച്ചു. പക്ഷെ യോവാബ് ചെന്ന് ഏബേൽ എന്ന പട്ടണത്തിൽ വെച്ച് അവനെ കൊന്നുകളഞ്ഞു. അങ്ങനെ അവന്റെ കഥ അവസാനിച്ചു. ഇസ്രായേൽ രാജ്യം എന്നത്തെക്കാളും വലിയ സമാധാനപരമായിരുന്നു. എങ്കിലും ദാവീദിന്റെ കഥ അവസാനിക്കുന്നത് ഒരു വലിയ വിജയത്തോടെയല്ല, അവൻ ചെയ്ത മറ്റൊരു വലിയ പാപത്തോടെയാണ്. ഒരു മലയുടെ മുകളിൽ വെച്ചാണ് ഇത് സംഭവിക്കുന്നത്. അവിടെയാണ് ദൈവത്തിന്റെ ആലയവും പണിയപ്പെടുന്നത്. ദൈവം വ്യക്തമായി വിലക്കിയിട്ടും അതിൽ വിശ്വസിക്കാതെ ജനങ്ങളുടെ എണ്ണം എടുത്തതിന് ആ കുന്നിൻ മുകളിൽ വെച്ച് ദാവീദ് യാഗമർപ്പിക്കുന്നിടത്താണ് അവന്റെ കഥ അവസാനിക്കുന്നത്. അബ്രഹാമിന് വാഗ്ദത്തം ചെയ്യപ്പെട്ട് നിത്യമായ രാജ്യം സ്ഥാപിക്കാൻ പോകുന്ന ദൈവത്തിന്റെ അഭിഷിക്തനായ മെഷിഹ ദാവീദായിരിക്കുമെന്ന് ആദ്യ പകുതി കഥ കേൾക്കുമ്പോൾ നമുക്ക് തോന്നിയേക്കാം. എന്നാലും അവനൊരു മികച്ച രാജാവായിരുന്നിട്ടും അവന്റെ ജീവിതം അവസാനിക്കുന്നത് ദൈവത്തോടുള്ള അവിശ്വസ്തതയിലും അനുസരണക്കേടിലുമാണ്. എന്നാൽ ദാവീദിന് 1000 വർഷങ്ങൾക്ക് ശേഷം ഒരു രാജാവ് വരും. ദാവീദിനെ പോലെ അദ്ദേഹവും ബെത്ലഹേമിൽ ജനിക്കും. ദാവീദിനെ പോലെ അദ്ദേഹവും അന്നത്തെ രാജാവിനാൽ വേട്ടയാടപ്പെടും. ദാവീദിനെ പോലെ അദ്ദേഹവും ഒരു പുരോഹിത രാജാവായിരിക്കും. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. ഈ പുരോഹിതൻ ദാവീദിന്റെയും ഇസ്രായേൽ ജനത്തിന്റെയും പാപത്തിന് വേണ്ടി മാത്രമല്ല, നിങ്ങളും ഞാനും ഉൾപ്പെടെ ലോകം മുഴുവനുമുള്ള ആളുകളുടെ പാപങ്ങൾക്ക് വേണ്ടി നിത്യമായ ഒരു യാഗമായി മാറും. ദാവീദിൽ നിന്ന് വ്യത്യസ്തമായി ഒരിക്കൽ പോലും പരാജയപ്പെടാത്ത ആ യഥാർത്ഥ അഭിഷിക്ത മെശിഹയുടെ, ആ യഥാർത്ഥ രാജാവിന്റെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോ കാണുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.